സോ ഹേ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ബസ്സിനെ ട്രാവൽ ഹബ്ബുമായിട്ട് വീണ്ടും ഒരു കൊളാബ് വെച്ചേക്കാണ്. അങ്ങോട്ടേക്കാണ് ഈ ഷാപ്പ് പൊക്കോണ്ടിരിക്കുന്നത്. നമ്മുടെ ടെമ്പിളിൽ വെച്ചിട്ടാണ് നമ്മുടെ ആ ഒരു മീറ്റപ്പ് സെറ്റ് ചെയ്തേക്കണം. അവിടെ ഇപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ മീറ്റ് വെച്ചേക്കണ കേസ് ആ ലോക ട്രാവൽ ഹബ്ബായിട്ടാണ്. അപ്പോൾ ലോകം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേസ്. ഇൻസ്റ്റയിലൊക്കെ അവർ കുറേ പോസ്റ്റും റീൽസൊക്കെ ഇടുന്നതാണ്. അപ്പോൾ അവരുടെ ബസ്സെല്ലാം കാണാൻ ഈ സെറ്റാണ്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം അവരുടെ ഓരോ ബസ്സും. അവരുടെ മെയിൻ ഹൈലൈറ്റ് ചെയ്ത് ആ ഒരു നെയിം ഡിസൈനാണ്. അതെന്നാ സെറ്റാണെന്നറിയാം കാണാൻ. നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഓൾറെഡി കണ്ടിട്ടുണ്ടാകും കേസ് ലോഗയൊക്കെ. പിന്നെ നമ്മുടെ ടീം കേസ് അവിടെ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ വഴിയിലാരും കാണുന്നൊന്നുമില്ല. മിക്കവാറും എല്ലാ ലൊക്കേഷനിൽ എത്തി കാണും. പിന്നെ ഈ വീഡിയോ തിരക്കണ്ട ലൈക്ക് അടിച്ചില്ലേ, ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക. അങ്ങനെ പ്രത്യേകിച്ച് ലൈക്ക് ടാർഗറ്റ് ഒന്നുമില്ല. പിന്നെ ഇതുപോലത്തെ വീഡിയോസ് എല്ലാം കാണാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്. പിന്നെ ഈ നമ്മുടെ 10K സബ്സ്ക്രൈബേഴ്സ് നമ്മളങ്ങനെ റീച്ച് ആയിട്ടുണ്ട്. ഈ കുറേ നാളത്തെ ഒരു ഡ്രീം ആയിരുന്നത്. അങ്ങനെ നമ്മൾ ഫൈനലി അച്ചീവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗിവ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് സെറ്റാക്കാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേസ്. അപ്പോൾ ഉടനെ നമ്മുടെ ഗിവ് വീഡിയോ വരുന്നതായിരിക്കും. നമുക്ക് ഭയങ്കര ലാഗ് അടിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ആൾക്കാരുടെ അടുത്തേക്ക് എത്താനായതുകൊണ്ടാണ് തോന്നുന്നു. അതുകൊണ്ട് ഗ്രാഫിക്സ് അങ്ങ് കുറച്ചിട്ടുണ്ട്. ഒരുത്തരും ഇപ്പോൾ പോകുന്നുണ്ടോ കേസ്. ഏതൊരു കാറിൻ്റെ എഞ്ചിനൊക്കെ വെച്ചിട്ട് എൽസിയും കൊണ്ട് അങ്ങ് പോകുന്നുണ്ട്. ആരാന്നറിയില്ല കേസ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ലോഗയുടെ ആരോ ആണെന്ന് തോന്നുന്നു ഈ സവറിൻ്റെ കൂടെ വന്നേ. നമുക്ക് എന്തായാലും അവിടെ ചെല്ലുമ്പോൾ നോക്കാം. എൽസിയും കൊണ്ട് മിക്കവാറും ഇപ്പോൾ തിരിച്ചു വരികയായിരിക്കും. വല്ല ഫ്യൂൽ അടിക്കാൻ പോകുന്നതായിരിക്കും കേസ്. അപ്പോൾ നമ്മളങ്ങനെ ലൊക്കേഷനിൽ എത്താറായിട്ടുണ്ട് കേസ്. ഇവിടെ നിന്ന് റൈറ്റ് കയറുമ്പോഴാണ് നമ്മളെ ടെമ്പിൾ ഉള്ളത്. അവിടെ എല്ലാവരും ഉണ്ടെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ പോകുന്നത്. കാരണം ഒറ്റ മനുഷ്യരെ കേസ് ഈ വഴി കാണുന്നില്ല. പാകപ്പാടായ ഒരു എൽസീനെ നമ്മൾ കണ്ടുള്ളൂ. ബാക്കിയുള്ളവർ മൊത്തം ഇവിടെ സെറ്റായിട്ട് നിൽക്കുന്നുണ്ടാവും. അതേണ്ട കേസ്. അതേതാണ് ഈസ്? അത് നമ്മുടെ തമ്പുരാൻസിലെയാണ് ഈസ്. നമ്മുടെ സുനിയുടെയാണെന്ന് തോന്നുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ടേക്ക് കയറിപ്പോയി നോക്കാം ഗീസ്. അവിടെ എത്ര പേരുണ്ടെന്നൊക്കെ നമുക്ക് നോക്കാം. ഇവിടെ നോക്കുമ്പോൾ ഒരു ബസ് അവിടെ കാണുന്നുണ്ട്. ബാക്കി ബസ്സെല്ലാം ഗീസ് അവരവിടെ സെറ്റാക്കുന്നേ ഉള്ളൂ ഗീസ്. ഓരോരുത്തരെല്ലാമായിട്ട് പാർക്ക് ചെയ്ത് സെറ്റാക്കി വരുന്നേ ഉള്ളൂ. ഞാൻ അവിടുത്തെ കുറേ ടൈം പോയെന്ന്. ആ റൈറ്റ് സൈഡിൽ കാണുന്നവർ ഫുള്ള് പാർക്ക് ചെയ്തിട്ടുണ്ട് ഗീസ്. അപ്പോൾ ഇവിടെ ഉള്ളവരാണ് പാർക്ക് ചെയ്യാത്തത്. നമ്മുടെ ടീമാണെന്ന് തോന്നുന്നു ഗീസ്. ഉമ്മാരാണ് പാർക്ക് ചെയ്യാത്തത്. ഹാഫർ വേണ്ട ഇറങ്ങി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടീം തന്നെയാണ് ഗീസ് ഈ പാർക്ക് ചെയ്തിടാത്തത്. അല്ലെ ഞാനൊന്ന് പാർക്ക് ചെയ്ത് ഫുള്ളും സെറ്റാക്കട്ടെ. വേണ്ട അപ്പുറത്ത് ലോഗോ മൊത്തം കിടക്കുന്നുണ്ട് ഗീസ്. ആ ലോഗോയുടെ നെയിം ഡിസൈൻ കണ്ടോ, ഒരു രക്ഷയില്ല. എന്തായാലും ഇവിടെ ഫുള്ള് പാർക്ക് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഒന്ന് പാർക്ക് ചെയ്ത് സെറ്റാക്കട്ടെ. 2000 years later. കേസ് അത്യാവശ്യം പാർക്കെല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സൈഡിൽ ഫുള്ള് വേണ്ട നമ്മുടെ ടീം നടപ്പുണ്ട്. പിന്നെ അപ്പുറ സൈഡിലാണ് കേസ് ഫുള്ള് നമ്മുടെ ആ ഒരു ലോഗോ കിടക്കണം കേസ്. അത് നിങ്ങളെ കാണിച്ചു തരാം. ഇവന്മാരെല്ലാം സെറ്റായെന്നാണ് ഞാൻ നോക്കുന്നത്. സുനിയൊക്കെ ഇപ്പോൾ അവിടെ കിടക്കുവാണല്ലോ. ഇവരും കൂടെ ഒന്ന് എടുത്തിടുവാണെങ്കിൽ സെറ്റായിരിക്കും. പിന്നെ അങ്ങോട്ടേക്കും ബസ്സെല്ലാം കിടക്കുന്നുണ്ട് കേസ്. ഇപ്പോഴും ഫുള്ള് സെറ്റായിട്ടൊന്നും ഇല്ല. ஆனால் നമ്മുടെ ടീമാട്ടോ കൂടുതലും തോന്നുന്നു. ലോകൽ ആൾക്കാരൊക്കെ വരുന്നേ ഉള്ളൂ. ഉമാർ അതിന് മുമ്പ് ഫുള്ള് കയറി ഫുള്ളാക്കുമെന്ന് തോന്നുന്നു. ലോകയിൽ ആൾക്കാർ കുറവാണോ ഗേസ്? ഇവിടെ കിടക്കണത് കറക്റ്റാട്ടോ. പക്ഷേ അപ്പുറത്തോട്ടൊക്കെ നമ്മുടെ ടീമിൻ്റെ കുറച്ച് ബസ് കിടക്കുന്നുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ലോകയിൽ ആൾക്കാർ കുറവാണെന്ന് തോന്നുന്നു. ഈ ഗ്രാഫിക്സ് കൂട്ടിയിടാൻ പറ്റാത്തതുകൊണ്ട് ആ ഒരു ഇതെനിക്കുണ്ട്. കണ്ടല്ലേ, ഭയങ്കര ശോകം ഇപ്പോൾ ഗ്രാഫിക്സ് ഞാൻ കൂട്ടിയാലാണെങ്കിൽ ഒടുക്കത്തിലാകും. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നോക്കാം. കുറച്ച് കഴിയുമ്പോൾ മിക്കവാറും ലാഗ് കുറയുമായിരിക്കും. ഇവിടെ നേണ്ട ഒരു ലോഗോ കിടക്കുന്നുണ്ട്. ഞാൻ എൻ്റെ നെയിം നിങ്ങളെ കാണിച്ചു തരാം കേസ്. ഇതെന്താണ് ബഗ്ഗോ കേസ്? ഇത് ബഗ് അടിച്ചു കേട്ടോ. അതിനകത്ത് നോക്കിയേ എന്തോ ക്ലിച്ച് പോലെ കാണുന്നത്. എനിക്ക് തോന്നുന്നു ആ ബസ്സിൻ്റെ ഇൻറ്റീരിയറാണ് കാണുന്നത് കേട്ടോ. നോക്കിയേ കുറേ സീറ്റെല്ലാം കാണുന്നുണ്ട് അതിനകത്തോട്ട്. എന്തോ വല്ല കിടിലം ബഗ്ഗാട്ടോ ഇത്. ഈ ബഗ് കേസ് എല്ലാത്തിനും ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ ഒന്ന്. അത് ഈ ബസ്സിന് മാത്രമേ ഉള്ളൂ. നമുക്കൊന്ന് അവിടെ പോയിട്ട് ആ ലോഗയൊക്കെ ഒന്ന് നോക്കാം. മിക്കവാറും ഇതിന് മാത്രം കാണുള്ളൂ കേസ്. എന്തോ ബഗ് അടിച്ചാണത്. നമുക്ക് എന്നാലും ഒന്ന് വെറുതെ നോക്കാം. ഇവിടെ ഇപ്പോൾ ഏതാ ലോഗയെ കാണിക്കും. എൻ്റെ പൊന്നു കേസ് ഇപ്പോഴും ഒടുക്കത്തെ ലാഗാണല്ലോ. നമ്മുടെ തമ്പുരാൻസിനൊന്നും കേസ് ആ ഒരു ഇതില്ല. മറ്റേ ലോഗയും കൂടെ നോക്കാം എന്നാൽ. എന്നാൽ മറ്റേ ലോകയിലൊന്നും ഇല്ല. അത് മറ്റേ ആ ഒരു ബസ്സിന് മാത്രമുള്ള എന്തോ ഗ്ലിച്ചാന്ന് തോന്നുന്നു. വേറെ ഒന്നും ഇല്ല. അത് ശരിയായി. ഇതിനകത്തൊന്നും കാണുന്നൊന്നുമില്ല. വേണ്ടേ ഈ ലോഗയൊക്കെ നല്ല സെറ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട്. പിന്നെ ഇതിൻ്റെ പേര് കണ്ടോ ഈ നീലിന്ന്. നമ്മളിപ്പോൾ എടുത്തുകൊണ്ട് വന്ന ബസ്സിൻ്റെ പേര് നീലി എന്നാണ്. പിന്നെ ഞാൻ എന്തായാലും കേസ് ഇവിടെ കിടക്കണ ഓരോ ബസ്സും നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് തന്നെ കിടക്കണ കേസ് നമ്മുടെ ലോഗയുടെ നീലിയാണ്. നീലി ചാപ്റ്റർ 1 എന്നാണ് കേസ് അടിച്ചേക്കണേ. പിന്നെ ലോഗയുടെ കേസ് വേറൊരു ബസ്സും കൂടെ കിടക്കുന്നുണ്ട്. ഇതൊക്കെ ഇതിൻ്റെയൊക്കെ സൈഡ് ഗ്രാഫിക്സ് ഒരു രക്ഷയില്ലാത്ത കേട്ടോ. പക്ഷേ ഇത്രയും ബസ് ഇങ്ങനെ അടുപ്പിച്ചെടുത്തുകൊണ്ട് നിങ്ങളെ സൈഡ് ഗ്രാഫിക്സ് കാണിക്കാൻ കുറച്ച് പണിയായിരിക്കും. എന്നാൽ പെറ്റുവാണെങ്കിൽ കാണിച്ചു കൊടുക്കുക കേട്ടോ. കിട്ടില്ല സൈഡ് ഗ്രാഫിക്സ് ഒക്കെയാണ്. ഞാൻ നോക്കട്ടെ, പെറ്റുവാണെങ്കിൽ കാണിച്ചു കൊടുക്കാം. പിന്നെ ഈ ഇതാണ്ട് കോഞ്ചറിങ് കിടപ്പുണ്ട് കേസ് ഇവിടെ. ഇതിൻ്റെ ഒന്നും കേസ് കണ്ടില്ലേ, ലോയ്ക്ക് വേറെ ബഗ്ഗും കാര്യങ്ങളൊന്നുമില്ല. ആ ഒരു ബസ്സിന് മാത്രം കേസ് എന്തോ ഗ്ലിച്ച് അടിച്ചാണ്. നല്ല രസമുണ്ടല്ലോ കാണാൻ. എല്ലാ ബസ്സും നല്ല സെറ്റായിട്ട് പണിത് ഇറക്കിയിട്ടുണ്ട്. അതെ, ഓരോ ബസ്സും നല്ല വെറൈറ്റി രീതിക്ക് പണിത് സെറ്റാക്കി ഇറക്കിയിട്ടുണ്ട് കേസ്. ഇതിൻ്റെ ഞങ്ങളെ സൈഡ് ഗ്രാഫിക്സ് കാണിച്ചു തരാം കേസ്. ഇങ്ങനെയാണ് വരണേ. ഇതിൻ്റെ സൈഡിൽ കൂടെ കേസ് ഇതിൻ്റെയൊക്കെ കാണിക്കാൻ പറ്റുമോ? ഇതെല്ലാം നല്ല സെറ്റാട്ടോ. പക്ഷേ ഇതിൻ്റെ സൈഡ് ഞങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ എങ്ങനെയാണ് ഇത് ചെറുതായിട്ട് കാണുന്നുണ്ടാകും കേസ്. കണ്ടല്ലേ. പിന്നെ ഗ്രാഫിക്സ് കുറഞ്ഞ് കിടക്കുന്നുണ്ട്. ഈ ആ ഒരു സീനും കൂടെ ഉണ്ട്. ഗ്രാഫിക്സ് ഇപ്പോൾ ഹൈലാണെങ്കിൽ ഈ ബസ്സിൻ്റെയൊക്കെ ശരിക്കും ആ ഒരു ലുക്ക് നിങ്ങൾക്ക് തിരിഞ്ഞാൽ. പിന്നെ ഇവിടെ ആനിമൽ കിടപ്പുണ്ട് ഈസ്. പിന്നെ സെയ്ദ് മസൂദോ ഈസ്, അങ്ങനെ ഒരു ബസ് കിടക്കുന്നുണ്ട്. സെയ്ദാണോ സായതാണോ? പിന്നെ ഈ നമ്മുടെ നീലിയും കിടപ്പുണ്ട് ഇവിടെ. നീലിയുടെ സൈഡ് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇത് അറ്റത്ത് കിടക്കുന്നതുകൊണ്ട് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റും. അപ്പോൾ അതൊരു റെഡ് ആൻഡ് ബ്ലാക്ക് തീമിലാണ് ഈ ഇറക്കിയേക്കണേ. ഇനി നമുക്ക് മെല്ലെ പോയിട്ട് ഈ എല്ലാ ബസ്സിൻ്റെ ബാക്ക് സൈഡും കൂടെ കാണാം. ബാക്ക് സൈഡിലായിരിക്കും ഈ മെയിനായിട്ട് എന്തെങ്കിലും ഉണ്ടാവുക. കാഫറ വരുന്നുണ്ട്. നമുക്ക് ബാക്ക് സൈഡ് നോക്കിയിട്ട് വരാം. ഓ ഞാനും വരുന്നതല്ലേ. നമ്മുടെ ടോക്സിക് വന്നിട്ടുണ്ട്. അത് നോക്കുന്നോ? ടോക്സിക്കോ? എവിടെയാണ് ഈ ടോക്സിക്ക്? ഇവിടെ നമ്മുടെ ഡാനി ഇതൊന്നും അല്ലേ ഈ ടോക്സിക്. ഏതാണ്
നമ്മുടെ ഈ ഒരു വാനിനകത്താണോ ടോക്സിക് വന്നേക്കണേ. ഇവരിതിൻ്റെ കളർ മാറ്റി കേസ്. ഇതിനു മുമ്പ് ഈ കളർ അല്ലായിരുന്നല്ലോ ഇത്. പിങ്കി എന്നൊക്കെയാണ് നെയിം ഇട്ടേക്കണേ. വേറൊരു കളറൊക്കെ അടിച്ച് സെറ്റാക്കി ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ട്രാവൽ ഹബിൻ്റെ ഒരു വാനും കൂടെ കൊണ്ടു വേണ്ട ഇതിൻ്റെ സൈഡിൽ കൊണ്ടിട്ടിട്ടുണ്ട് ഇവർ. പിന്നെ ലോകയിലെ ആൾക്കാർ കുറച്ച് പേരും കൂടെ വരാനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ പറഞ്ഞ അത്രയും ബസ് വന്നിട്ടില്ല. ചിലപ്പോൾ ഇപ്പോൾ വരുമായിരിക്കും കേസ്. നമുക്ക് കുറച്ച് നേരം കൂടെ നോക്കാം. കുറച്ച് കഴിയുമ്പോൾ കേസ് നമുക്ക് ഗ്രാഫിക്സ് എടുത്ത് ഹൈലോട്ടും കൂടെ ഇടാം. കുറച്ച് കഴിയുമ്പോൾ ലാഗ് കുറയാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ഈ ഗെയിമിൽ കയറി ആ റെക്കോർഡൊക്കെ ഓണാക്കി നിൽക്കുന്ന ടൈമിലൊരു ലാഗാണിത്. ഈ ക്രൂസറിനാണ് ഈ നിക്കർ കൂട്ടിയിൽ നടക്കണം. നിങ്ങൾ കണ്ടോ അവനെ? എന്നാൽ ഞാൻ നിക്കർ കൂട്ടി വീട്ടിലിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മീറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ അതേപോലെ അങ്ങ് ഇറങ്ങിയത്. നല്ലതാ. സൈഡിൽ നിൽക്കുന്നുണ്ടോ ഈ നിക്കർ കൂട്ടിട്ട്. ഈ ബസ് ഒന്ന് ലോഗോ തുറന്ന് കൊടുക്കാൻ പറഞ്ഞായിരുന്നു. അത് നമ്മൾ ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട് കേസ്. പക്ഷേ ഈ നിക്കറിട്ട് നടക്കുന്ന കേട്ടോ സുഖം. കാരണം നമുക്ക് നല്ല കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ നടക്കാം. പിന്നെ അതും കൂടാതെ എൻ്റെ ഒരു 10 വയസ്സും കൂടെ കുറഞ്ഞില്ലാണ്. പിന്നെ 10 വയസ്സ് കുറഞ്ഞ പോലെ തന്നെ ഉണ്ട്. ഇങ്ങനെ തന്നെ നടന്നോട്ടെ ഇനി. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ നടക്കാനാണ് പ്ലാൻ ചെയ്തേക്കണേ. നോക്കട്ടെ. പിന്നെ ഞാൻ ഇങ്ങനെ ഇറങ്ങി വഴി കൂടെ ഒക്കെ നടക്കുമ്പോൾ ആൾക്കാരോട് ചോദിക്കും കേട്ടോ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നതൊക്കെ. അത് പിന്നെ ചോദിച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അത് തന്നെയാണ് അങ്ങനെ പറഞ്ഞേ. എനിക്ക് പിന്നെ പ്രായമാകാത്തത് എൻ്റെ തെറ്റല്ല. പിന്നോട്ടൊരു നിക്കറിൻ്റെ കേസ് പറഞ്ഞേ കേസ്. പറയേണ്ട കാര്യമില്ലായിരുന്നു. ഇനി അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന്. നമ്മളത് പിന്നെ ലോക്കാക്കിയിട്ടുണ്ട്. ലോക്കാക്കാൻ പറഞ്ഞായിരുന്നു മച്ചാൻ. കേസ് ഈ ഒരു ബസ്സിൻ്റെ സൈഡ് കാണിച്ചു തരാം കേസ്. എന്നാ ലുക്കാണെന്നറിയാമോ? എനിക്ക് ആ ഒരു ഗ്രീൻ ആൻഡ് ബ്ലാക്ക് കളറൊക്കെ വന്നിട്ട് ഈ ടോക്സിക് എന്നൊക്കെ അടിച്ചിട്ട് ഒരു രക്ഷയില്ല. അവിടെ ക്രൂസറിന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇതിനേക്കാളും ലുക്കായിരുന്നു. അതാണോ സൈഡിൽ നിന്നിട്ട് എന്തോ പറയുന്നത്? പക്ഷെ ഞാൻ തന്നെ ഇവിടെ ടോക്സിക് എന്നുള്ള പേര് മാറ്റി ക്രൂസറിന്ന് അടിച്ചാൽ പൊളിയായിരുന്നു എന്ന് പറഞ്ഞു. കൂടെ എൻ്റെ നിക്കറിട്ട ഫോട്ടോയും കൂടെ അടിക്കുകയാണെങ്കിൽ സെറ്റായിരിക്കും. അല്ല എൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഫോട്ടോ അടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നല്ല പാണ്ടൊക്കെ ഇട്ടിട്ട് ഫോട്ടോ അയച്ചു തരാം. എടാ ഇതിനകത്ത് എൻ്റെ ബസ്സൊന്നും അല്ലടാ. അത് അവരുടെ ബസ്സാണ്. എടുത്തുകൊണ്ട് എൻ്റെ ഫോട്ടോ അടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ബസ്സിൻ്റെ ബാക്ക് സൈഡിലെ ലുക്ക് വരുന്നത്. അപ്പോൾ ഇതൊന്നും ഇംഗ്ലീഷ് ബാക്ക് സൈഡിലൊന്നും കാണുന്നൊന്നുമില്ല. ഫുൾ പ്ലെയിൻ വൈറ്റ് ആണ്. ഇതിൻ്റെ സൈഡൊക്കെ എങ്ങനെയാണ് അപ്പം? ഇത് മറ്റേ നീലിയല്ലേ. പിന്നെ നമ്മുടെ ടീമിലെ ബസ്സെല്ലാം തേട്ട അവിടെ കിടപ്പുണ്ട്. അത് പിന്നെ ഞാൻ പ്രത്യേകിച്ച് കാണിക്കാത്ത ഈ നിങ്ങളെ എല്ലാ വീട്ടിലും കാണിക്കുന്നതാണ്. അതുകൊണ്ടാണ് പിന്നെ ഈ ബസ്സൊന്നും ഞാൻ നിങ്ങളെ പിന്നെ എടുത്ത് കാണിക്കാത്ത. പുതിയതായിട്ട് ഏതെങ്കിലും ബസ്സുണ്ട് നിങ്ങളെ കാണിച്ചിരിക്കും. ഇവിടെ കിടക്കണമല്ല നിങ്ങളെ കാണിച്ചിട്ടുള്ളതിനാണ്. പിന്നെ എൻ്റെ ബസ് കേസ് ആരും അങ്ങോട്ട് ഇടിച്ച് അവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. അത് സെറ്റാക്കി പാർക്ക് ചെയ്യണം. കേസ് അതിനിടയ്ക്കാണ് ഈ ഒരു ഐറ്റം കണ്ടത്. ഇത് നോക്കിയേ. എൻ്റെ മോനെ ഒരു ആനിമയാണോ ഏതോ ക്യാരക്ടർ അടിച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് വേറൊരു ബസ് അതിൻ്റെ സൈഡിൽ കൊണ്ടുപോയി. എടാ ഇതൊക്കെ എന്താണ് ഇവർ ചെയ്തു വെച്ചേക്കണേ? ബോൺ ഫ്രം ഈഗോ സീന് കേസ്. ഇതൊക്കെ നമ്മളിപ്പോൾ കാണാതെ പോയതിനാ കേട്ടോ. ഞാൻ ഓരോ ബസ് അവിടെ നിന്ന് സൈഡിൽ നിന്ന് എടുത്ത് മാറ്റിയപ്പോഴാണ് ഇത് ശ്രദ്ധിച്ചത്. ഇതിൻ്റെ അകത്ത് മറ്റേ ആനിമ കിടക്കുന്നുണ്ട്. അത് പോയെന്ന് തോന്നുന്നു. അത് പോയി കേസ്. മിക്കവാറും വല്ല ഓട്ടോ ബാക്കും ആയതായിരിക്കും. പിന്നെ വേണ്ട അവരുടെ ലോഗയുടെ മറ്റേ LCയും വന്നിട്ടുണ്ട്. പിന്നെ അപ്പുറത്ത് ആരോ കൊണ്ടൊരു വണ്ടി ഇട്ടിട്ടുണ്ട് കേസ്. നമ്മുടെ ടോക്സിക്കിൻ്റെ ആയിരുന്നു തോന്നുന്നു. അപ്പോൾ നേരത്തെ അങ്ങോട്ട് പോയത് നമ്മുടെ ഫസ്റ്റ് വന്നപ്പോൾ കേസ് അങ്ങോട്ട് പോയ LC ആയിരുന്നു കേട്ടോ. ഒരു കാറിൻ്റെ എഞ്ചിനൊക്കെ വെച്ച് പോകുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ LC ഇതായിരുന്നു. പിന്നെ നമ്മുടെ സുനിതാണ്ട് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മീറ്റപ്പ് കേസ് ഏതാണ്ട് കഴിയാറായി കേട്ടോ. നമ്മൾ കുറേ നേരം ഇവിടെ തന്നെ നിൽക്കണേ. ഞാൻ ഇനി ഗ്രാഫിക്സ് എടുത്ത് കേസ് ഹൈലോട്ടിട്ട് ഞങ്ങളെ കാണിച്ചാൽ ഇതന്നെ ഗ്രാഫിക്സ് ഫാസ്റ്റ് കിടക്കണേ കേസ്. അപ്പോൾ ഗ്രാഫിക്സ് എടുത്ത് ഹൈലിട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴാണ് കേസ് ആ ഒരു ഗെയിമിൻ്റെ ആ ഒരു ഫീല് വന്നത്. ഇത്രയും നേരം എന്തോ പോലെ കിടക്കുമായിരുന്നു. ഇപ്പം നിങ്ങൾ നോക്കുക കേസ് ആ ബസ്സിൻ്റെയൊക്കെ ഒരു ബ്യൂട്ടി. നേരത്തെ ഗ്രാഫിക്സ് കൂട്ടിയിട്ട് കേസ് ലാഗില്ലെങ്കിൽ നമുക്ക് ആദ്യം തൊട്ടേ എടുക്കാമായിരുന്നു. ഇപ്പോൾ നോക്കുക കേസ് ഒരു ലാഗും ഇല്ല. എന്നാൽ പിന്നെ ആദ്യമേ ഇങ്ങനെ ലാഗില്ലാതിരുന്നാൽ പോരായിരുന്നു. പിന്നെ ലോകയിലെ കുറേ പേര് ഈ സോട്ടോ ബാക്കൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ടീമിൽ ഈ കുറേ പേര് വേണ്ട വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. എത്ര ബസ്സാണ് നോക്കിപ്പോൾ മൊത്തം എണ്ണി നോക്കുവാണെങ്കിൽ അത്യാവശ്യം ബസ്സുണ്ടെന്ന് തോന്നി ഗീസ്. ഒന്ന് അങ്ങോട്ടും കൂടെ പോയി നോക്കട്ടെ കേട്ടോ. വേറെ എല്ലാം വരുന്നുണ്ടോന്ന്. അവിടെ നിന്ന് ഏതാണ് ഈ ഒരു ചെറിയൊരു ഇത് നമ്മുടെ ടീമിൻ്റെയാണ് ഈ ഉമാർ. ഇത് എത്ര പേരാണ് വന്നേക്കണേ യെസ്. ഇത് പുതിയ എഴുത്തനാണ് കേട്ടോ. ഇവനെ ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല. ഈ സൈഡിൽ കിടക്കണം നോക്കിയേ. ഇതിപ്പോൾ റിവീലാക്കിയതാണ് ഇത് ഈ അടുത്ത് റിവീലാക്കിയതാണെന്ന് തോന്നുന്നു. ഇത് സെറ്റായിട്ടുണ്ട് കേട്ടോ. അർണോൾഡ് എന്നൊക്കെയാണ് പേര് വരുന്നത്. സൈഡിലെ ഗ്രാഫിക്സ് കേസ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. സെറ്റ് ഇതിപ്പോൾ വന്നേ ഉള്ളതാണ് തോന്നുന്നത്. നേരത്തെ ഒന്നും നോക്കിയിട്ട് ഇങ്ങനെ ഒരു ബസ് കണ്ടില്ല. മിക്കവാറും ഇപ്പോൾ വന്നേ ഉള്ളായിരിക്കും. എന്തായാലും നേരെ പോയിട്ട് ഈ അവിടെ കിടക്കണ ബസ്സും എല്ലാം കാണിച്ചു തരാം. ഈ സൈഡിൽ ഫുള്ള് ലോഗോ കിടപ്പുണ്ട്. ഈ ലോഗയിലെ ആരും ഇതുവരെ അനങ്ങാതെ അങ്ങനെ സെറ്റായിട്ടിരിപ്പുണ്ട് കേട്ടോ. ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും റിവേഴ്സെല്ലാം എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. മിക്കവാറും നമ്മുടെ ടീമിലുള്ളവർക്ക് ഈ ബോർ അടിച്ച് കാണും. കുറേ നേരമല്ലോ ഇവിടെ തന്നെ നിൽക്കണേ. അവർ മിക്കവാറും ഇപ്പോൾ എവിടെയെങ്കിലും പോകാമെന്നൊക്കെ പറഞ്ഞ് നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ടാവും. ഞാൻ ഐഡിയോ ഇട്ടുകൊണ്ട് കാണുന്നുമില്ല കേസ്. ഇനി ഞാൻ വേറെ ലൊക്കേഷനൊന്നും വിളിക്കുന്നില്ല കേസ്. ഒന്നും കൂടെ ജസ്റ്റ് ബസ്സെല്ലാം കാണിച്ചു തന്നിട്ട് കേസ് എന്താ വീഡിയോ അതിൻ്റെ ഭാഗം അപ്പോൾ ഇനി കാണിക്കാനൊന്നും ഇല്ലെന്ന് തോന്നി. അപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു പ്ലേസിലോട്ട് അങ്ങ് പോവാം. എന്നിട്ട് ജസ്റ്റ് അവിടെ നിന്ന് ഒരു വീഡിയോ കൂടെ എടുത്തിട്ട് അങ്ങ് അതിൻ്റെ പാക്കിയാൽ പോലെ. അങ്ങനെ മതിയല്ലോ. എൻ്റെ ക്രൂസറൊന്നും ഉണ്ടായിരിക്കും ഇവിടെ. എനിക്കാണെങ്കിൽ വേറെ ഒരു സ്ഥലം വരെ പോകാണ്ട്. അതുകൊണ്ട് ഞാൻ എന്തായാലും വേറെ ലൊക്കേഷനൊന്നും പോകുന്നില്ല. നമുക്ക് ഇവിടെ തന്നെ അതിൻ്റെ ഭാഗം കേസ്. ഇവരൊക്കെ പ്ലേസ് മാറ്റാമെന്ന് പറഞ്ഞ് എനിക്ക് കുറേ മെസ്സേജെല്ലാം അയച്ചിട്ടുണ്ട്. എന്തായാലും കേസ് എനിക്ക് വേറെ ഒരു സ്ഥലം വരെ പോകാനുണ്ട്. അതായത് നമ്മുടെ റിയൽ ലൈഫിൽ കേസ് ഒരു സ്ഥലത്ത് പോകാനുണ്ട്. അതുകൊണ്ട് എന്തായാലും ഇന്നത്തെ വീഡിയോ കേസ് ഇവിടെ വെച്ച് അങ്ങ് അതിൻ്റെ ഭാഗമാണ്. ശരിക്കും നമ്മൾ ഇവിടുന്ന് വേറെ ലൊക്കേഷനും കൂടെ പോകേണ്ടായിരുന്നു കേസ്. പക്ഷേ നമുക്ക് റിയൽ ലൈഫിൽ ഒരു സ്ഥലത്ത് പോകാനുള്ളതുകൊണ്ട് എന്തായാലും ഇവിടെ വെച്ച് അങ്ങ് അതിൻ്റെ ഭാഗം ഇവരോടും കൂടെ പറഞ്ഞിട്ട് പോകാം കേസ്. അല്ലെങ്കിൽ ഇവരോർക്കും ഞാനാണ് പെട്ടെന്ന് ഇറങ്ങിപ്പോയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്ര ഉള്ളൂ കേസ്. അപ്പോൾ അടുത്തൊരു കിള്ളം വീഡിയോ ആയിട്ട് കാണാം. അതായിരിക്കും ബൈ.